ഇന്ന് കോളിഫ്ലവർ കൊണ്ട് കുട്ടികൾക്ക് സ്നാക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ 350 ഗ്രാം കോളിഫ്ലവർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഇത് മുങ്ങിക്കിടക്കേണ്ട വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ തന്നെ മാറ്റി വെക്കാം. 15 മിനിറ്റിന് ശേഷം ഇതിൻ്റെ വെള്ളം മൊത്തം ഊറ്റിക്കളഞ്ഞ് മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് വറുത്ത പച്ചരിപ്പൊടി, കൂടെ 1/4 കപ്പ് കോൺഫ്ലവർ, കൂടെ 2 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി, എരിവുള്ളതാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ കോളിഫ്ലവറിൽ ചേർത്ത് കൊടുത്തതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് ലൂസായി പോകാനും പാടില്ല, ഒരുപാട് ടൈറ്റായി പോകാനും പാടില്ല. പിന്നെ ഇതിലേക്ക് കോളിഫ്ലവർ അങ്ങ് ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കോളിഫ്ലവർ പൊടിഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റിന് മാറ്റി വെക്കാം. പിന്നെ ഒരു 4 പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ കോളിഫ്ലവറും ഇതുപോലെ ഈ ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കണം. കോളിഫ്ലവർ ഒരുമിച്ച് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാൻ പാടില്ല, ഇതുപോലെ ഓരോന്ന് വേണം കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതിവിടെ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് ഓരോ കോളിഫ്ലവറും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രമേ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും കോളിഫ്ലവർ. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 1 മിനിറ്റിന് ശേഷം മാത്രമേ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. 3 മിനിറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റിയായ ഒരു കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്നാക്കായിട്ടെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു ഐറ്റമാണ് ഇത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.